ആത്മനമസ്കാരം. ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് കാർഡ് ഓഫ് ദ ഡേ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് ദ മൂൺ കാർഡാണ്. ഈ കാർഡ് ഇൻറ്റ്യൂഷൻ്റെ കാർഡാണ്. ഇത് നമ്മളോട് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പണ്ട് പറഞ്ഞു കേട്ടില്ലേ, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന്. അതാണ്, അതായത് എല്ലാം നമ്മൾ കാണുന്നത് പോലെയൊന്നല്ല. നമ്മുടെ ഉൾബോധത്തിൻ്റെയും അതായത് സിക്സ്ത് സെൻസിൻ്റെയൊക്കെ പറ്റിയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാർഡാണിത്. നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വ്യക്തി ആയിക്കോട്ടെ, അത് യഥാർത്ഥത്തിൽ കാണുന്നത് പോലെയല്ല. അതിന് പിന്നിലുള്ള ആ യാഥാർത്ഥ്യം കണ്ടുപിടിക്കാനായിട്ട് നമ്മളുടെ ഉള്ളിൽ നമുക്ക് ഇടയ്ക്ക് നമ്മുടെ സബ് കോൺഷ്യസ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഇടയ്ക്ക് പറയാറുണ്ട്, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെയായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇങ്ങനെയായിപ്പോയി വിചാരിച്ചത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറില്ലേ. അപ്പോൾ ആ ഉള്ളിൻ്റെ ഉള്ളിനെ നമ്മൾ കേൾക്കണം, ആ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോഴൊക്കെ നമുക്ക് സ്വപ്നങ്ങളിലൂടെ ചില സാഹചര്യത്തിനെയോ ആളുകളെ പറ്റിയിട്ട് നമുക്ക് ചില സൂചനകൾ തരാം. അതെല്ലാം നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ആയിട്ടുമുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ചിലപ്പോൾ ഒരു ആശങ്കയോ ഒരു ഉള്ളിലൊരു പേടി അല്ലെങ്കിൽ നമുക്കൊരു മൂഡ് സ്വിങ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവാനായിട്ടൊരു ചാൻസ് ഉണ്ട്. അതായത് ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഹോർമോണൽ ഇൻബാലൻസിൻ്റെ ഒരു ചെറിയ ലക്ഷണം കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചിലപ്പോൾ തെറ്റായിട്ടുള്ളൊരു ഇടപാടിലേക്കൊക്കെ പോകാൻ ഒരു ചാൻസ് കാണുന്നുണ്ട്. ഇതൊരു വാർണിംഗ് ആയിട്ടാണ് നമുക്ക് ഈ കാർഡ് കിട്ടിയിരിക്കുന്നത്. ചിലപ്പോൾ ഒരു കള്ളപ്പണത്തിൻ്റെ അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ അതിലൊക്കെ ചെന്ന് ചാടാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ വ്യതിചലിച്ച് പോകണം. അതായത് അത്തരം പ്രവൃത്തികളുണ്ട്, ചെയ്യാനിടയുണ്ട് എങ്കിൽ നിങ്ങൾ അത്തരം പ്രവൃത്തികളിൽ നിന്നും തിരുത്തുക, സ്വയം നിങ്ങൾ തിരുത്തുക. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചിട്ടൊരു ആൻസർ, ഒരു യെസ് ഓർ നോ ആൻസർ പോലെ ഒരു എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് അറിയാൻ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് ചിലപ്പോൾ പൂർണ്ണമായിട്ടുള്ളൊരു അല്ലെങ്കിൽ ഒരു അവ്യക്തമായിട്ടുള്ള ആൻസർ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ചിലപ്പോൾ നമ്മളെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള ആൻസർ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ആക്ച്വലി അത് നമ്മളെ ചിലപ്പോൾ വിഷമത്തിലേക്കോ ഡിപ്രഷനിലേക്കോ ഒക്കെ കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അതിൻ്റെ യഥാർത്ഥ ഫാക്റ്റ് പുറത്തേക്ക് വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എടുത്ത് ചാടി ഒരു കൺക്ലൂഷനിലേക്കൊന്നും എത്തേണ്ട കാര്യമില്ല. അതിൻ്റെ ക്ലാരിറ്റിക്ക് വേണ്ടി നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിലും കരിയറിൻ്റെ ആണെങ്കിലും, അത് റിലേഷൻഷിപ്പിലാണെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ഒരു ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു മിസ്കമ്മ്യൂണിക്കേഷനൊക്കെ ആയിട്ടായിരിക്കും ഇപ്പം നിൽക്കുന്നുണ്ടാവുക. ചില പഴയ നമ്മൾ പണ്ടുണ്ടായിരുന്ന ഇഷ്യൂസ് അതെല്ലാം ഇപ്പോൾ ചിലപ്പോൾ എടുത്തിടുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒന്ന് കുറച്ച് കാമായിട്ടിരിക്കുക, വെയിറ്റ് ചെയ്യുക. എന്താണ് അതിൻ്റെ ഒരു ക്ലാരിറ്റിന്ന് കാണുന്നവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. നിങ്ങളുടെ എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾ പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന ആളാണെങ്കിൽ ശരിക്കും അയാളുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് ഒരു വാർണിംഗ് പോലെ ഇവിടെ പറയുന്നുണ്ട്. അതിപ്പോൾ കരിയറിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഇപ്പോൾ നമുക്കൊരു ഭയങ്കരമായിട്ട് ആങ്സൈറ്റി ആയിട്ടിരിക്കുകയായിരിക്കും. നമ്മുടെ കരിയറിൻ്റെ പോക്ക് എങ്ങോട്ടാണ്, ഈ ഒരു ശരിയായിട്ടുള്ള രീതിയിലാണോ പോകുന്നത്, ചിലപ്പോൾ സുപ്പീരിയറായിട്ടോ അല്ലെങ്കിൽ മാനേജറായിട്ട് അല്ലെങ്കിൽ കൊളീഗ്സായിട്ടൊക്കെ കുറേ മിസ്കമ്മ്യൂണിക്കേഷനൊക്കെ വന്നിട്ടുണ്ടാവാം. ചിലർ നമ്മളെപ്പറ്റി പുറകിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ മൂൺ കാർഡ് പറയുന്നത് നിങ്ങളുടെ മുന്നിൽ നല്ല രീതിയിൽ നിൽക്കുന്നവരെ അത്ര കണ്ണടച്ച് വിശ്വസിക്കേണ്ട എന്നുള്ള രീതിയിലാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ, നിങ്ങളുടെ ഉള്ളിലുള്ള ശബ്ദത്തിനെ മാത്രം കേൾക്കാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രമിക്കാം. അതാണ് ശരിക്കും ഇന്നത്തെ കാർഡ് തരുന്നൊരു വാർണിംഗ്. അപ്പോൾ നന്ദി.